നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ആദ്യത്തെ അധ്യാപകർ നമ്മുടെ വാപ്പയും ഉമ്മയുമാണ്. പക്ഷെ അവസാനത്തെ അധ്യാപകർ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ കുട്ടിയുമാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തൊക്കെ കൊടുക്കുന്നില്ല എന്നുള്ളത്. എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അറിയില്ലെങ്കിൽ മിക്കവാറും അത് പഠിച്ചെടുക്കാനൊക്കെ ഉള്ള വഴികളുണ്ട് നമുക്ക്, അല്ലേ? പാരൻറ്റിങ് ക്ലാസ്സുകളായിട്ടും ഒക്കെ. പക്ഷെ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതിനേക്കാൾ പ്രധാനമായ ഒരു കാര്യം ചില കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കാതിരിക്കുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ആ കുട്ടിയുടെ ഉള്ളിൽ തീരാത്ത മുറിവുകൾ നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. വേറെ നമ്മൾ എന്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്തൊക്കെ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അതൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ മനസ്സിൽ മുറിവുകളില്ലാതിരിക്കുക എന്നുള്ളതാണ് ആ കുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ കാര്യം. ദുൽഖർ സൽമാനെ നമുക്കൊക്കെ അറിയാലോ, അതാരാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ദുൽഖർ സൽമാൻ അയാളുടെ വാപ്പയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. ഒരു പ്രിൻ്റഡ് മീഡിയയിലാണ് ഞാനത് വായിച്ചത്. അയാളുടെ വാപ്പ കഴിഞ്ഞ 43 കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. വഴുക്കുന്ന വയൽവരമ്പ് പോലെ അപകടം നിറഞ്ഞ ജോലിയാണ്. ഏത് നിമിഷവും തെന്നിപ്പോകാവുന്ന സാഹചര്യങ്ങൾ അത്രയും അധികമുള്ളൊരു ജോലിയിലൂടെ കഴിഞ്ഞ 43 വർഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് അയാളുടെ മകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ വാപ്പ എനിക്കിതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതാണ് എൻ്റെ വാപ്പയോടുള്ള എൻ്റെ ഏറ്റവും വലിയ കടപ്പാട്. വലിയ അംഗീകാരങ്ങൾ കിട്ടിയ കലാകാരനാണ്, രാജ്യം മുഴുവനും അംഗീകാരങ്ങളുള്ള കലാകാരനാ, നടനാ, സാംസ്കാരിക പ്രവർത്തകനാ, ഒക്കെ ശരിയാ. അതൊക്കെ നമ്മക്കാ. മകൻ്റെ കണ്ണിൽ അതൊന്നുമില്ല. മകൻ്റെ കണ്ണിൽ ഒറ്റ ആളേ ഉള്ളൂ, വാപ്പ. മകൻ്റെ ഉള്ളിലിങ്ങനെ നിഴലിച്ചു നിൽക്കുന്ന ഒരൊറ്റ ചിത്രമേ ഉള്ളൂ, അത് വാപ്പ എന്നുള്ള ചിത്രമാണ്. ആ ചിത്രം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് മകൻ പറയണത്. അയാൾ പറഞ്ഞ ഒറ്റ കാര്യമാണ്, എൻ്റെ കസിൻസിൻ്റെ മുന്നിൽ, എൻ്റെ ചങ്ങാതിമാരുടെ മുന്നിൽ, എൻ്റെ സഹപാഠികളുടെ മുന്നിൽ എനിക്ക് തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ വാപ്പ ഒരിക്കലും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞില്ലേ, അതാണ്. ഷൂസേ സെരമാവോ എന്നുള്ളൊരു വലിയ ഇംഗ്ലീഷ് എഴുത്തുകാരനുണ്ട്. അയാളുടെ ഒരു ആത്മകഥയുണ്ട്. ഞാൻ ആ പുസ്തകം കണ്ടിട്ടില്ല, പക്ഷെ അതിനെക്കുറിച്ച് വായിച്ചൊരു കാര്യമാണ്. അയാൾ ആ പുസ്തകം എഴുതുന്ന സമയത്ത് 70 വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. 70 വയസ്സ് കഴിഞ്ഞ സമയത്താണ് ആത്മകഥ എഴുതുന്നത്. ആ സമയത്ത് അദ്ദേഹം ആ കഥയിൽ, ആ സംഭവത്തിൽ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് 7 or 8 വയസ്സുള്ള സമയത്ത് അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കുതിരപ്പുറത്ത് കയറണമെന്നായിരുന്നു. കാരണം സ്വന്തമായി കുതിരയുള്ള ഒരാളെ അയാൾക്കറിയാം, കുട്ടിക്കറിയാം. അങ്ങനെ അവനും അവൻ്റെ ചങ്ങാതിമാരും ചെന്നിട്ട് അയാളോട് ചോദിക്കുകയാണ്, കുതിരപ്പുറത്തൊന്ന് കയറിക്കോട്ടെ, ഇവന് വലിയ ആഗ്രഹമുണ്ട്. അയാൾ കുതിരപ്പുറത്ത് കയറ്റിയില്ല എന്ന് മാത്രമല്ല, അവൻ്റെ ചങ്ങാതിമാരുടെ ഇടയിൽ വെച്ച് അവനെ കളിയാക്കി, അവനെ ചീത്ത പറഞ്ഞ്, അവനെ അപമാനിച്ചു. അതിനെക്കുറിച്ച് എഴുതുകയാണ് അദ്ദേഹം. എഴുതുമ്പോൾ എഴുതിയത് എങ്ങനെയാണെന്നറിയോ? ഞാൻ ഒരിക്കലും കയറിയിട്ടില്ലാത്ത ആ കുതിരപ്പുറത്ത് നിന്ന് വീണതിൻ്റെ മുറിവ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ കയറിയിട്ടില്ല, പക്ഷെ കയറി വീഴുന്നതിനേക്കാൾ വലിയൊരു മുറിവ് എൻ്റെ ഉള്ളിൽ അയാൾ തന്നു. ആ മുറിവ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അതാണ്. ഒരു കുട്ടിയുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. നമ്മൾ അത്രയേറെ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ജോലിയാണ് സ്വയം. കാരണം നമ്മൾ വളർത്തുന്നതൊരു ജീവനെയാണ്. കല്യാണം കഴിക്കണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്ത ഉണ്ടല്ലോ. കല്യാണം വേണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ആരെയാകണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, എങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നുള്ള ഒരാളാവണം എന്ന് ചിന്തിക്കുന്നു, എത്ര വിദ്യാഭ്യാസമുള്ള ഒരാളാവണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു.
കല്യാണം കഴിക്കണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചതിലേറെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഒരു കുട്ടി വേണമെന്നുള്ളതിനെക്കുറിച്ച്. കാരണം അത് എന്താണെന്നറിയോ നിങ്ങൾ, നമ്മൾ ജനിതകമാണ് ഈ കൊടുക്കണ. നമ്മളൊരു മനുഷ്യ ജീവനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ചെറിയ ഉത്തരവാദിത്തങ്ങളുള്ളൊരു കാര്യമല്ല, നമ്മൾ മാറേണ്ട ഒരു കാര്യമാണത്. ആ പഴയ ആളല്ല പിന്നെ നമ്മളാണ് മാറുന്നത്. നമ്മളെത്രയാണോ മാറുന്നത് ആ മാറ്റത്തിൻ്റെ നിഴൽ മാത്രമായിരിക്കും ആ കുട്ടി. അതാണ് നമ്മൾ ഈ ചെറിയൊരു പുളിങ്കുരുവൊക്കെ ഇങ്ങനെ നനവുള്ളൊരു സ്ഥലത്ത് വെറുതെ കൊണ്ടുപോയി വെച്ചാൽ മതി. കുഴിച്ചിട്ടൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ മതി. അതിങ്ങനെ തെളിർത്ത് വരുന്നതാണ്. ചെറിയൊരു ചെടിയായി അതിങ്ങനെ വരും, പുളിഞ്ചെടിയായി വരും. അങ്ങനെ ചെടിയായി വരാൻ തുടങ്ങിയ സമയത്ത് ഒരു മുട്ടുസൂചി കൊണ്ട് അതിനെ ഒന്ന് കുത്തി നോക്കുന്നുണ്ടോ? പുളിമരമായാലും ആ കുത്ത് അവിടെ തന്നെ ഉണ്ടാവും. പുളിയും ചെടിയായിരുന്ന സമയത്ത് നമ്മൾ കൊടുത്തൊരു കുത്ത് പുളിമരമായാലും ആ കുത്ത് അവിടെ തന്നെ ഉണ്ടാവും. എന്നാൽ പുളിമരമായതിനു ശേഷം നമ്മൾ മുട്ടുസൂചി കൊണ്ട് കുത്തി നോക്കൂ, മഴ കൊണ്ട് വെട്ടി നോക്കൂ, നമ്മളും മഴവും തെറിച്ചു പോകും. ഇതാണ് മുറിവ്. എനിക്ക് 41 വയസ്സായി. എന്നെ നിങ്ങൾ ഇത്ര ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് അപമാനിച്ചു നോക്കൂ, ഇത്രയും ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് അപമാനിച്ചു നോക്കൂ. ആ അപമാനത്തിൻ്റെ വേദനയിൽ നിന്ന് പുറത്ത് കിടക്കാൻ കുറച്ച് സമയം മതിയാവും. പക്ഷേ 4 വയസ്സായൊരു കുട്ടിയെ അപമാനിച്ചു നോക്കൂ, 40 വയസ്സായാലും ആ മുറിവ് വളരെ ചെയ്യൂ, ആ കുട്ടിയോടൊപ്പം വളരും. പണ്ട് നമ്മുടെ ഈ ഹൈന്ദവ തറവാടുകളുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ പഴയ തറവാട് ഇല്ലം പോലെയുള്ള വീടുകൾ, ആ വീടുകൾക്ക് അവിടെ അവരെ വിളിച്ചിരുന്നൊരു പേരുണ്ട്. ഇല്ലം എന്ന് പറയും, അതുപോലെയുള്ള പേരുകളൊക്കെ ഉണ്ടല്ലോ. ആ കൂട്ടത്തിലൊരു പേര് വല്ലാത്തൊരു പേരാണ്, മന എന്ന് പറയില്ലേ, മന. മന മന എന്നുള്ളത് 2 അക്ഷരങ്ങളല്ല, 2 വാക്കുകളാണ്. മ ന. വല്ലാത്തൊരു സംഭവമാണത്, വല്ലാത്തൊരു ഫിലോസഫിയാണത്. ഇനി സംസ്കൃതം, അറബി, ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകളുടെ പ്രത്യേകത, ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്കിനകത്ത് ഒരു ഫിലോസഫി ഉണ്ടാവും. ഇപ്പോൾ സംസ്കൃതത്തിൽ വേദന എന്ന് പറയില്ലേ, വേദന, നമ്മൾ വേദന എന്ന് പറയില്ലേ, വേദന എന്നുള്ള വാക്കിന് ഒരു അർത്ഥമുണ്ട്. എന്താണെന്നറിയോ? വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാ, എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാ. അപ്പം എന്താ? അറിവില്ല. അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്നതിന് ശേഷം നമ്മൾക്ക് എന്താണോ ഉണ്ടാകുന്നത് അതിന് പറയുന്ന പേരാണ് വേദന. ഇതേപോലൊരു വാക്കാണ് മന. മ ന. മ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. മമ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്ന്. മമ സഖി പഴയ പാട്ടിലൊക്കെ ഉണ്ടാവില്ലേ. മമ എന്ന് പറഞ്ഞാൽ എൻ്റെ, മ എന്ന് പറഞ്ഞാൽ ഞാൻ, ന എന്ന് പറഞ്ഞാലോ ഇല്ല. വീടിന് പറയുന്ന പേരാണ് മ ന. ഞാൻ ഇല്ല, ഞാൻ ഇല്ല. ഞാൻ ഇല്ലാത്ത സ്ഥലമാണ് എൻ്റെ വീട്. സേറില്ലാത്ത സ്ഥലമാണ് സേറിൻ്റെ വീട്. ഞാനില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാനില്ല, ഞങ്ങളേ ഉള്ളൂ. എനിക്ക് മാത്രമായിട്ടുള്ളൊരു ജീവിതം അല്ല അത്. അതിന് ഹോസ്റ്റൽ എന്നാണ് പറയുക. എനിക്ക് മാത്രമായിട്ടുള്ളൊരു ജീവിതത്തിന് പേര് ഹോസ്റ്റൽ എന്നാണ്. അതെനിക്ക് മാത്രമായിട്ടുള്ളൊരു ജീവിതമല്ല. എൻ്റെ കൂടെ 3-4 ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടിയുള്ളൊരു ജീവിതത്തിന് പറയുന്ന പേരാണ് കുടുംബം. അപ്പോഴേ അതൊരു വീടാകുന്നുള്ളൂ. ഒരു ചെങ്ങല പോലെയാണ്. ചെങ്ങല ഇങ്ങനെ ഒരു കണ്ണി വേറൊരു കണ്ണിയോട് ചേർന്ന് കിടക്കുന്ന ബലവത്തായൊരായുധമാണ് ചെങ്ങല. ഒരു കണ്ണി വേറൊരു കണ്ണിയോട് ഇങ്ങനെ ചേർന്ന് അതൊരു ആയുധമാവുക, അല്ലേ? ആ കണ്ണിയിൽ ഒരു കണ്ണി കേട് വന്നാൽ മതി, ആ ചെങ്ങലയുടെ ശക്തി മുഴുവനും ഇല്ലാതായി. ആ ചെങ്ങല എന്തിനാണോ ഉണ്ടാക്കിയത് ആ പർപ്പസ് നടക്കില്ല. ഇതാണ് കുടുംബം. ഞാനൊരു ചെങ്ങലയിലെ കണ്ണിയാണ്. ഞാൻ ചില കുഴികളിലേക്ക് വീഴാതെ, ചില അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചേരാതെ ഞാൻ സ്വയം സൂക്ഷിക്കുന്നത് എന്തിനാ? എനിക്ക് വേണ്ടി മാത്രമല്ല. ഞാനെന്നൊരു കണ്ണി കേടുവന്നാൽ അതെന്നെ മാത്രമല്ല ബാധിക്കുക, അതെന്നേക്കാളധികം ആയുഷ്കാലം മുഴുവനും ബാധിക്കുന്ന ഓരോ കണ്ണികളോടെ ചേർന്ന് കിടക്കുന്ന ഒരാളാണ് ഞാൻ
എന്നൊരു ഓർമ്മ കൊണ്ടുണ്ടാകുന്നൊരു ജാഗ്രത ഉണ്ട്. ആ ജാഗ്രതയുള്ള ഒരാളാണ് ഒരു കുടുംബത്തിന് പറ്റിയ ആൾ. സെവൻസ് കളിക്കുന്ന സമയത്ത് 7 ആളുകളാണ് ഒരു ബോൾ കൊണ്ട് കളിക്കുക, അല്ലേ? 7 ആളാണ് ഒരു ടീമിലുണ്ടാവുക. ഗോളി ആയിട്ട് ഒരാളുണ്ടാവും, ബാക്കി 6 ആളുണ്ടാവും. ആദ്യത്തെ ആളുടെ കയ്യിൽ പന്ത് കിട്ടി, അയാൾ രണ്ടാമത്തെ ആൾക്ക് കൊടുത്ത് അയാൾ 3, 4, 5 6ാമത്തെ ആളായിരിക്കും ഗോളടിച്ചിട്ടുണ്ടാവുക, അല്ലേ? 6ാമത്തെ ആളായിരിക്കും ഗോളടിച്ചിട്ടുണ്ടാവുക. പക്ഷെ ജയിച്ചതാരാ? 6ാമത്തെ ആൾ മാത്രമല്ലല്ലോ, ടീമാണ് ജയിച്ചത്. ഒരു കണ്ണി കേട് വന്നാൽ ഒരു ചെങ്ങലയെ മുഴുവനും ബാധിക്കുന്നത് പോലെ, ഒരാൾ ഗോളടിച്ചാൽ ഒരു ടീം മുഴുവനും ജയിക്കുന്നത് പോലെ കുടുംബം. ഖുർആനിൽ പഠിച്ചോൻ ഈ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായ ഒരു വചനമുണ്ട്. അതിങ്ങനെ ചുരുക്കി അതിൻ്റെ സൂചനകൾ മാത്രം പറഞ്ഞിട്ട് നമുക്കിങ്ങനെ സംസാരം ഇങ്ങനെ ചുരുക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനോ വിമർശിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സമയം കണ്ടെത്താമെന്ന് വിചാരിച്ചു. അത് വല്ലാത്തൊരു വാക്കാണ്. കല്യാണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഭാര്യയും ഭർത്താവ് ഒരുമിച്ചാണല്ലോ ജീവിക്കുക. പക്ഷേ ഇത് ഒരുമിച്ച് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും ബാധകമാണ്. അത് മക്കളോടൊത്ത് മാതാപിതാക്കൾ ജീവിക്കുന്നതാണെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ബാധകമായ പഠിച്ചവൻ്റെ വാക്കുകളാണ്. 3 കാര്യങ്ങളാണ് പറഞ്ഞ 3 കാര്യങ്ങൾ. നമുക്കൊക്കെ അറിയുന്നൊരു വചനമാണ്, സൂറത്തുർ റൂമിലാണ്, നിക്കാഹ് പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന വചനമാണ്. വചനം ഇങ്ങനെയാണ്: അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഇത്രയേ ഉള്ളൂ. 3 കാര്യങ്ങൾ പഠിച്ചോൻ ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായി പറയാ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ ആളില്ലേ, അത് ഭർത്താവായിട്ട് അല്ലെങ്കിൽ ഭാര്യയായിട്ട്, മക്കളായിട്ട്, ഫാദറിലോ ആയിട്ട്, മദറിലോ ആയിട്ട്, ആഹാരമായിട്ട്, കോസിസ്റ്ററായിട്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഏതൊരു മനുഷ്യനും ഖുർആൻ പറയാ മിൻ അംഫുസിക്കും. അത് ആകാശത്ത് നിന്ന് വന്ന മാലാഖയല്ല, ഭൂമിയിൽ നിന്ന് വരുന്ന മനുഷ്യനാണ്. എന്തൊരു വാക്കാ! മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള എല്ലാ പോരായ്മകളും ഉണ്ടാവും. മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള എല്ലാ സാധാരണത്വങ്ങളും ഉണ്ടാവും, സ്വാഭാവികതകളും ഉണ്ടാവും. ഒരസാധാരണത്വവും പ്രതീക്ഷിക്കേണ്ട. സാധാരണ മനുഷ്യനാണ് കേട്ടോ. അതാണ് ആദ്യം പറയണത്. ബൈബിളിലൊരു കഥ പറയാറുണ്ട്. ഒരു നാട്ടിലെ വലിയൊരു നാട്ടിലെ രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കിയ ഒരു കഥ. ശില്പം ഉണ്ടാക്കിയിട്ടില്ല, ഒരു പ്രവാചകൻ അതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നത് പോലെയുള്ളൊരു സ്റ്റോറിയാണ്. പക്ഷെ ആ സ്റ്റോറിയുടെ അകത്തൊരു വലിയ സാധനമുണ്ട്. എന്താണെന്നറിയോ? രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കുകയാണ്. രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. കിട്ടാവുന്ന ഏറ്റവും ശക്തിയുള്ള ലോഹം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എല്ലാ അവയവവും ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. പക്ഷെ ഒരവയവം മാത്രം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടല്ല എന്ന് മാത്രമല്ല, ഉണ്ടാക്കുന്നത് കളിമണ്ണ് കൊണ്ടാണ്. ഏതവയവം എന്നറിയോ? കാൽപാദം. ശരിക്കും കാൽപാദമാണ് ഇരുമ്പോണ്ട് ഉണ്ടാക്കേണ്ടത്, കാരണം മുഴുവൻ വെയിറ്റും കാൽപാദത്തിനാണ് കിട്ടുക. പക്ഷെ കാൽപാദം മാത്രം കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കി. എന്താ സംഭവം? കളിമണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊട്ടിപ്പോകുന്ന അത്രയും ദുർബലമാണ്. എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും, എത്ര വലിയ ആളാണെങ്കിലും, എത്ര ഭക്തനായ മനുഷ്യനാണെങ്കിലും, എത്ര ഭക്തയായ സ്ത്രീയാണെങ്കിലും, ആരാണെങ്കിലും, മനുഷ്യനാണോ, അയാളുടെ കാൽപാദം കളിമണ്ണാണ്. ചെറിയ ഒരു കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന കളിമണ്ണ് പോലെ, ചെറിയ ഒരു പ്രലോഭനത്തിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന അത്രയും ദുർബലമായ ഒരു സാധനം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്, മനസ്സ്. ചെറിയൊരു സങ്കടം വരുമ്പോഴേക്ക് തളർന്നു പോകാൻ സാധ്യതയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇതിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്. അതാണ് പ്രശ്നം, മനസ്സ്. ഒരു ചെറിയ കുഞ്ഞിനെ പോലെ, അപകടങ്ങൾ എന്താണെന്നറിയാത്ത ഒരു തീയിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന കുട്ടിയെ പോലെ,
അപകടത്തിൻ്റെ ആഴം എന്താണെന്നറിയാതെ ഇങ്ങനെ പലതിലേക്ക് ചെന്ന് വീഴുന്ന ഒരു ചെറിയ കുഞ്ഞിനെ പോലെ പെടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. അതാണ് പഠിച്ചോൻ പറയുക, ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറയുക, നിങ്ങളുടെ കൂടെ ഉള്ളത് ഒരു മനുഷ്യനാണ് കേട്ടോ, എല്ലാതരം സാധാരണത്വങ്ങളുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം മകൻ പാടുന്നൊരു പാട്ടുണ്ട് മലയാളത്തിൽ. അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് മകൻ പാടുന്ന പാട്ടാണ്. അതിലൊരു വരി ഇങ്ങനെയാണ്: കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. അവനിങ്ങനെ നടത്തം പഠിക്കുന്ന സമയത്തെ വീഴുന്ന സമയത്തെല്ലാം ഒരു കൈ അവൻ്റെ നേരെ ഇങ്ങനെ വന്നിരുന്നു. അച്ഛൻ. കുഞ്ഞിക്കാലടി മാത്രമൊന്നുമല്ല തെറ്റുക, വലിയ കാലടികളും തെറ്റും. അപ്പോഴും നമ്മുടെ നേരെ നീണ്ടുവരുന്ന ഒരു കൈ ഇല്ലാതെ നമുക്ക് പറ്റില്ല. ഇപ്പം നമ്മൾ സ്നേഹിക്കാനും കാത്തിരിക്കാനും അംഗീകരിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. നാട്ടുകാർക്കൊക്കെ ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളോ ഇഷ്ടപ്പെട്ട ഒരാളൊക്കെ ആയിരിക്കും. പക്ഷെ അവരൊക്കെ നമ്മളെ തള്ളിപ്പറയുന്നൊരു നിമിഷത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമ്മളെ അംഗീകരിച്ച മനുഷ്യരൊക്കെ നമ്മളെ തള്ളിപ്പറയുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമ്മൾ ചെയ്തൊരു തെറ്റിൻ്റെ പേരിൽ, നമ്മളെ അടുത്തൊരു തെറ്റ് വന്നു പോയി, അതിൻ്റെ പേരിൽ എല്ലാവരും നമ്മളെ തള്ളിപ്പറയുന്ന നിമിഷം നമ്മളെ തിരിച്ചു വിളിക്കാൻ ഒരാൾ വേണം. പ്ലീസ് കം ബാക്ക് എന്ന് പറയാൻ ഒരാൾ വേണം. തെറ്റുകാരനായി തന്നെ കയറി ചെല്ലാൻ പറ്റുന്ന കുമ്പസാരക്കൂട് പോലെ ഒരു മനുഷ്യൻ വേണം. ആ മനുഷ്യനോടാണ് പഠിച്ചവൻ പറയണത്, എടാ നിങ്ങളെ കൂടെ ഉള്ളതേ വെറൊരു മനുഷ്യനാണ് കേട്ടോ. എത്ര നല്ല ആളോ എത്ര വലിയ ആളൊക്കെ ആണെങ്കിലും അയാളൊരു മനുഷ്യനാണ് കേട്ടോ. അയാൾ സ്വാഭാവികമായ മനുഷ്യനുണ്ടാകുന്നതൊക്കെ ഉണ്ടാവും കേട്ടോ. അതെപ്പോഴും ജാഗ്രതാപൂർവം ഓർക്കണം കേട്ടോ എന്നാണ് പഠിച്ചവൻ പറയണത്. ഒന്നാമതായി പറഞ്ഞത് എന്താണ്? നമ്മുടെ കൂടെ ഉള്ളത് ഒരു മനുഷ്യനാണ് എന്ന് ഓർമ്മിപ്പിച്ചു. രണ്ടാമതായി പറഞ്ഞു ആ മനുഷ്യന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് സ്നേഹം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഖുർആൻ പറഞ്ഞ സ്നേഹം എന്നുള്ളതിന് പിന്നെ അറബി ഭാഷയിൽ ഒരുപാട് വാക്കുകളുണ്ട് അല്ലേ സർ? സ്നേഹം എന്ന് പറയാവുന്ന ധാരാളം വാക്കുകളുണ്ട് അറബിയിൽ. 90ഓളം വാക്കുകളുണ്ടെന്ന് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. സ്നേഹം എന്നുള്ളതിന് പറയപ്പെടാവുന്ന പലതരം ഫീലിങ്സിനെ പറ്റി പറയുന്ന 90ഓളം വാക്കുകളുണ്ട്. അതിൽ മവദ്ദത്ത് എന്നുള്ള വാക്കാണ് ഖുർആനോട് ഉപയോഗിച്ചത്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിലയ്ക്കാത്ത സ്നേഹമാണ് മവദ്ദത്ത്. നമ്മളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരാളുണ്ടാവുക എന്ന് ഉണ്ടായാൽ മതി. അയാൾ കൂടെ ഉണ്ടാവണമെന്ന് പോലും ഉണ്ട്. സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മ മതി, മനുഷ്യൻ പിടിച്ചു നിൽക്കും.